നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രവാസി ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. സൗദിയിൽ കോവിഡ് പോസിറ്റീവായി 4 പേർ കൂടി മരിച്ചതോടെ മരണസംഖ്യ 6410 ആയി. 353 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. ആകെ രോഗികൾ 3,62,062 ആണ്. ചികിത്സയിലുള്ള 2515-ൽ 427 പേരുടെ നില ഗുരുതരമാണ്. ബഹ്റൈനിൽ കോവിഡ്-19 രോഗബാധ മൂലം ചൊവ്വാഴ്ച 4 പേർ മരിച്ചു. 2 സ്വദേശികളും 2 പ്രവാസികളുമാണ് മരണമടഞ്ഞതെന്ന് ആരോഗ്യ മന്ത്രാലയം സ്ഥിരീകരിച്ചു. മറ്റാരോഗ്യ പ്രശ്നങ്ങൾ മൂലം ഐസൊലേഷൻ വാർഡിൽ ചികിത്സയിലായിരുന്ന ഇവരുടെ നില ഗുരുതരമായി തുടരുകയായിരുന്നു. ഇതോടെ കോവിഡ്-19 ബാധിച്ചു മരിച്ചവരുടെ എണ്ണം രാജ്യത്ത് 387 ആയി. ഒമാനിൽ 190 പേർക്ക് കൂടി കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചതായി ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കോവിഡ് ബാധിച്ച് രാജ്യത്ത് പുതുതായി 1 മരണമാണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 166 പേർ കൂടി രോഗമുക്തരായി. രാജ്യത്ത് ഇതുവരെ 1,36,377 പേർക്കാണ് കോവിഡ് വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുള്ളത്. ഇവരിൽ 1,28,255 പേരും രോഗമുക്തരായിട്ടുണ്ട്. 1,537 പേരാണ് കോവിഡ് ബാധിച്ച് മരണപ്പെട്ടത്. നിലവിലെ കണക്കുകൾ പ്രകാരം രോഗമുക്തി നിരക്ക് 94%. കഴിഞ്ഞ 24 മണിക്കൂറിനിടെ 25 പേരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. ഇവരുൾപ്പെടെ 154 പേർ ഇപ്പോൾ ആശുപത്രികളിൽ കഴിയുകയാണ്. ഇവരിൽ 50 പേരുടെ നില ഗുരുതരമാണ്. പള്ളികളിലെ പ്രാർത്ഥനകളും മറ്റും ചടങ്ങുകളും 2 ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരിക്കുകയാണ് ബഹ്റൈൻ. കോവിഡ് വ്യാപന പശ്ചാത്തലത്തിൽ ഫെബ്രുവരി 11 മുതലാണ് വിലക്ക് പ്രാബല്യത്തിലാകുക. അതേസമയം വെള്ളിയാഴ്ചയിലെ പ്രാർത്ഥനയും ചടങ്ങുകളും അഹ്മദ് അൽ ഹത്തേഹ് ഇസ്ലാമിക് സെന്ററിൽ നിന്ന് തത്സമയം സംപ്രേഷണം ചെയ്യുമെന്നും വിശ്വാസികൾക്ക് ഇതിൽ പങ്കുചേരാമെന്നും വാർത്താ ഏജൻസി BNA റിപ്പോർട്ട് ചെയ്തു. കോവിഡ് വ്യാപനം വർദ്ധിക്കുകയും വയോധികർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ദേശീയ മെഡിക്കൽ ദൗത്യ സംഘത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നതെന്ന് നിയമ ഇസ്ലാമിക കാര്യ മന്ത്രാലയങ്ങൾ അറിയിച്ചു. ഗൾഫ് എയർ ശ്രീലങ്കൻ തലസ്ഥാനമായ കൊളംബോയിലേക്ക് സർവീസ് പുനരാരംഭിക്കുന്നു. കൊളംബോയിലേക്ക് ആഴ്ചയിൽ 2 സർവീസുകളാണ് ഫെബ്രുവരി 15 മുതൽ ആരംഭിക്കുക. 1981-ലാണ് ആദ്യമായി ശ്രീലങ്കയിലേക്ക് സർവീസ് ആരംഭിച്ചത്. ദുബായ്, അബുദാബി, കുവൈറ്റ്, ഇന്ത്യ, മസ്കറ്റ്, കൈറോ, റിയാദ്, ജിദ്ദ, ദമാം, അമ്മാൻ, ലണ്ടൻ, പാരീസ്, ഫ്രാങ്ക്ഫർട്ട്, അദീന, ബാങ്കോക്ക്, മനില, ധാക്ക, പാകിസ്ഥാൻ എന്നിവിടങ്ങളിലേക്കാണ് നിലവിൽ ഗൾഫ് എയർ സർവീസ് നടത്തുന്നത്. 2020-ൽ സർവീസ് റദ്ദാക്കാത്ത ഏതാനും വിമാന കമ്പനികളിലൊന്നാണ് ഗൾഫ് എയർ. തുടർന്നും കൂടുതൽ സ്ഥലങ്ങളിലേക്ക് സർവീസ് പുനരാരംഭിക്കാൻ സാധിക്കുമെന്നാണ് പ്രതീക്ഷയെന്ന് കമ്പനി വൃത്തങ്ങൾ അറിയിച്ചു. 1000-ലധികം ഉൽപ്പന്നങ്ങൾക്ക് വിലക്കുറവ് നൽകുന്ന ക്യാമ്പയിൻ പ്രഖ്യാപിച്ച് UAEയിലെ ഏറ്റവും വലിയ കൺസ്യൂമർ കോഓപ്പറേറ്റീവ് സ്ഥാപനമായ യൂണിയൻ കോപ്പ് ഫസ്റ്റ് കോൾ എന്ന് പേരിട്ടിരിക്കുന്ന 3 ദിവസത്തെ പ്രൊമോഷണൽ ക്യാമ്പയിനായി 80 ലക്ഷം ദിർഹമാണ് യൂണിയൻ കോപ്പ് നീക്കിവെച്ചിരിക്കുന്നത്. വിവിധ ഭക്ഷ്യേതര ഉൽപ്പന്നങ്ങൾക്ക് വൻ വിലക്കുറവ് നൽകും. ഫ്രഷ് പ്രൊഡക്റ്റുകൾ, ഇലക്ട്രോണിക്സ് എന്നിവയ്ക്കുള്ള വിലക്കിഴിവിന് പുറമെയാണിത്. 1000-ലധികം ഉൽപ്പന്നങ്ങൾക്ക് 75% വിലക്കുറവാണ് ഈ ക്യാമ്പയിനിലൂടെ നൽകുന്നത്. ഓഹരി ഉടമകൾക്കും ഉപഭോക്താക്കൾക്കും ഗുണകരമായ രീതിയിൽ ആകർഷകവും മികച്ച നിലവാരവുമുള്ള ഷോപ്പിംഗ് പ്രോഗ്രാമുകൾ നടത്തുക എന്ന തന്ത്രപ്രധാനമായ ലക്ഷ്യത്തിന്റെ ഭാഗമായാണിത്. അറബ് ലോകത്തു നിന്നുള്ള ആദ്യ ചൊവ്വാ ദൗത്യം വിജയം. UAE വിക്ഷേപിച്ച ഹോപ്പ്രോബ് ചൊവ്വയുടെ ഭ്രമണപഥത്തിലെത്തി. ഗൾഫ് നാടുകളിലാകെ ആഘോഷത്തിന്റെ അന്തരീക്ഷമാണ് ഇപ്പോൾ ഉള്ളത്. ചൊവ്വയിലെ ജലത്തിന്റെയും പൊടിയുടെയും സാന്നിധ്യം സംബന്ധിച്ച പഠനങ്ങൾ ഹോപ്പ്രോബ് നടത്തും. 2120-ൽ ചൊവ്വയിൽ മനുഷ്യവാസത്തിനായി കോളനി സ്ഥാപിക്കാനുള്ള ബൃഹത് പദ്ധതി UAEക്കുണ്ട്. അത്തരം മഹത്തായ ലക്ഷ്യങ്ങളിലേക്കുള്ള UAEയുടെ കുതിപ്പിന് ഊർജം പകരുന്നതാണ് ഹോപ്പ്രോബിന്റെ വിജയകരമായ ദൗത്യം. ഷാർജയിൽ പുതിയ ഗതാഗത നിയന്ത്രണങ്ങൾ കൊണ്ടുവരുന്നു. നാഷണൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് അതോറിറ്റി പുറപ്പെടുവിച്ച നിർദ്ദേശങ്ങൾക്കനുസൃതമായി ഷാർജയിലെ ലോക്കൽ എമർജൻസി ക്രൈസിസ് ആൻഡ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ടീം കോവിഡ് മഹാമാരിയെ നിയന്ത്രിക്കാനുള്ള പുതിയ നടപടികൾ പ്രഖ്യാപിച്ചു. സൗദി അറേബ്യ തദ്ദേശീയമായി വികസിപ്പിച്ച കോവിഡ് പ്രതിരോധ വാക്സിൻ ക്ലിനിക്കൽ പരീക്ഷണം തുടങ്ങി. ഇമാം അബ്ദുറഹ്മാൻ ബിൻ ഫൈസൽ യൂണിവേഴ്സിറ്റി നിർമ്മിക്കുന്ന വാക്സിനാണ് മനുഷ്യനിൽ പരീക്ഷിക്കാവുന്ന ഘട്ടത്തിലെത്തിയത്. ലബോറട്ടറി പരീക്ഷണങ്ങളിൽ കോവിഡിനെതിരെ ഫലപ്രദമാണെന്ന് കണ്ടെത്തിയതിന് പിന്നാലെയാണ് ക്ലിനിക്കൽ പരീക്ഷണത്തിനായി ഒരുങ്ങുന്നത്. ഇതിനായി വിദ്യാഭ്യാസ മന്ത്രാലയം പിന്തുണയും നൽകുന്നുണ്ട്. വാക്സിൻ മരുന്ന് നിർമ്മാണത്തിൽ ആസ്ട്രസെനക്ക ഉൾപ്പെടെ നിരവധി കമ്പനികളുമായി ഫൈസൽ യൂണിവേഴ്സിറ്റി നേരത്തെ ചേർന്ന് പ്രവർത്തിച്ചിട്ടുമുണ്ട്. 5 ആഴ്ചത്തെ ലേണിംഗ് പഠനത്തിന് ശേഷം അബുദാബിയിലെ സ്കൂളുകൾ 14-ന് തുറക്കും. ഈ അധ്യയന വർഷത്തിൽ എല്ലാ ഗ്രേഡിലെയും വിദ്യാർത്ഥികൾക്ക് സ്കൂളിലെത്താൻ സൗകര്യമൊരുങ്ങുന്നത് ഇതാദ്യം. നേരിട്ടെത്തി പഠിക്കാൻ രജിസ്റ്റർ ചെയ്തവർക്കാണ് പ്രവേശനം നൽകിയിട്ടുള്ളത്. അല്ലാത്തവർക്ക് ഓൺലൈൻ തുടരാം. ഇതേസമയം ബോർഡ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 10, 11, 12 ഗ്രേഡുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളോടും സ്കൂളിലെത്താൻ നിർദ്ദേശം നൽകി. പള്ളി ജീവനക്കാരിലും
വിശ്വാസികളിലും COVID-19 റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സൗദിയിലെ വിവിധ പ്രവിശ്യകളിലുള്ള 12 പള്ളികൾ അടച്ചതായി സൗദി അറേബ്യയിലെ ഇസ്ലാമിക് വിഭാഗം കോൾ ഗൈഡൻസ് മന്ത്രാലയം അറിയിച്ചു. 6 ജീവനക്കാർക്ക് വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് അൽദലാം ഗവർണറേറ്റിലെ കോൾ ഗൈഡൻസ് വകുപ്പും ഇവിടുത്തെ പള്ളി വിഭാഗവും അടച്ചുപൂട്ടിയിട്ടുണ്ട്. 28 പേരിൽ കൊറോണ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്നാണ് 12 പള്ളികൾ അടച്ചിട്ടത്. 12 പള്ളികളിൽ 6 പള്ളികൾ അണുയുക്തമാക്കിയ ശേഷം തുറന്നിട്ടുണ്ട്. 2 ദിവസത്തിനുള്ളിൽ റിയാദ് മേഖലയിലെ 8 പള്ളികൾ അടച്ചുപൂട്ടിയതായി മന്ത്രാലയം അറിയിച്ചു. ഇതിൽ തുവൈഖ്, അൽ ഖസർ, അൽ അറിജിയ, കൊർദേവ തുടങ്ങിയ പള്ളികൾ ഉൾപ്പെടും. 3 പള്ളികൾ ഹറൈമിലെ ഗവർണറേറ്റിലും അൽ അഫ്ലാജ്, അൽദലം എന്നിവിടങ്ങളിലെ ഒരേ പള്ളികളുമാണ് അടച്ചത്. കുവൈറ്റിലേക്ക് ഫെബ്രുവരി 21 മുതൽ എത്തുന്ന എല്ലാവർക്കും 7 ദിവസത്തെ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈൻ നിർബന്ധം. ശേഷം 7 ദിവസത്തെ ഹോം ക്വാറന്റൈനും ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനായി എത്ര തുകയാണ് ഈടാക്കേണ്ടതെന്ന് അധികൃതർ നിശ്ചയിച്ചിട്ടില്ല. ഈ തുക യാത്രക്കാരിൽ നിന്നുമാണ് ഈടാക്കുന്നത്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.